പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് 2ാം പാദവാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ സാർ പറയാം. ഓക്കെ, മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നഖറ ഉൽ ബയാൻ വ നുജീബ് അനിൽ അസ്ഇലതി താലിയ. ബയാൻ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ. ദഹബ സമീർ വ നജീബ് മഅൽ ഉസ്റ ഇലാ ഷാത്തി ഇൽ ബഹർ. സമീറും നജീബും കുടുംബത്തോടൊപ്പം എവിടേക്ക് പോയി? ഷാത്തി ഇൽ ബഹർ. എന്താണ് ഷാത്തി ഇൽ ബഹർ? കടൽ തീരത്തേക്ക് പോയി. ജലസത്തിൽ ഉസ്റ, ഫാമിലി ഇരുന്നു. തഹിത്ത ഷജറ, ഒരു മരത്തിന്റെ താഴെ. യൽഅബു നജീബ് റിമാൽ, നജീബ് മണൽ കൊണ്ട് കളിച്ചു. യസ്നൗ സമീർ സൗറക്കൽ വറക്കി, സമീർ പേപ്പർത്ത് ബോട്ടുണ്ടാക്കി. യുൽക്കി സമീർ സൗറക്ക് ഇലൽ മാ, സമീർ വെള്ളത്തിലേക്ക് പേപ്പർ ബോട്ടിട്ടു. ഷാഹദ നജീബ് ഖാരിബൻ ഫിൽ ബഹർ, നജീബ് ബഹറിൽ ഒരു തോണി കണ്ടു. അൽ കാരിബ് യഖ്തരിബു മിന ഷാത്യ, തോണി തീരത്തോടടുക്കുകയാണ്. ഫിൽ കാരിബി അസ്മാക്കുൻ, തോണിയിൽ നിറയെ മീനുകളുണ്ട്. അസയ്യാദൂന മസ്റൂറൂന ജിദ്ദൻ, സയ്യാദുകളെല്ലാം വളരെ സന്തോഷമായി. ഇനി ചോദ്യം എന്താണ്? ഇല ഐന ദഹബത്തിൽ ഉസ്റ, എവിടേക്കാണ് ഫാമിലി പോയത്? ഇലൽ മദ്രസ ഇല ഷാരി ഇല ഷാത്തി അൽ ബഹർ. എവിടേക്കാ പോയത്? ഇല ഷാത്തി അൽ ബഹർ അല്ലേ? മാതാ സന സമീർ, സമീർ എന്താ ഉണ്ടാക്കിയത്? സമീർ ഇവിടെ സൗറക്കൽ വറക്കി എന്നുണ്ട്, കണ്ടോ? അപ്പോ അസൗറക്കൽ വറക്കി എന്നതാണ് ഉത്തരം വരിക. സയ്യാറയല്ല, ഖഫസുമല്ല. ഫിൽ കാരിബ്, തോണിയിൽ എന്തുണ്ട്? റിമാലാണോ ഔറാഖാണോ അസ്മാക്കാണോ? തോണിയിൽ മീനുകളല്ലേ, അസ്മാക്ക്. മാ ജംഉ കലിമത്ത് റംൽ, റംലിന്റെ അർത്ഥം ജംഅ്, ബഹുവചനം, പ്ലൂറൽ എന്താണ്? റിമാൽ. അടുത്തത് ഉക്തുബ് തസ്രീഹാത്ത് സഹീഹ ഫിനൽ ആത്തിയ, താഴെയുള്ളതിൽ ശരിയായ എന്താണ് വാചകങ്ങൾ ഏതൊക്കെയാണ്? ഫിൽ കാരിബി അസ്മാർ, തോണിയിൽ പഴമുണ്ട്. യസ്നൗ സമീർ സൗറക്കിൽ വറക്കി, സമീർ പേപ്പർ ബോട്ടുണ്ടാക്കി. യജ്ലിസുൽ അബു വൽ ഉമ്മു തഹ്ത ഷജറ, ഉമ്മയും വാപ്പയും മരത്തിന്റെ താഴെ ഇരുന്നു എന്നാണ് അല്ലേ? അവിടെ ജലസത്തിൽ ഉസ്റ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ ശരി? ഏതൊക്കെ ശരി? ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇതും ശരിയാണ്. അപ്പോ അസാനിയത്തു വസാലിസത്തു സഹി, ഇതാണ് ശരി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നുക്കുമിൽ ഹിവാർ, ഹിവാർ പൂർത്തിയാക്കാനാണ്. വസല ജാബിർ അൽ മദ്രസ സബാഹൻ, ജാബിർ രാവിലെ മദ്രസയിൽ വന്നു. വഖത്ത് നസിയൽ വാജിബാത്തിൽ മൻസിലിയ മിനൽ ബൈത്ത്, വീട്ടിൽ നിന്ന് അവന് ഹോംവർക്ക് ചെയ്യാൻ മറന്നു. വഫിൽ മസായ, വൈകിട്ട് റജഅ ഇലൽ ബൈത്തി മുതാഖിറൻ, വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഫദാറ ബൈനഹു ബൈനൽ വാലിദ് ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഹിവാർ നടന്നു. ആ ഹിവാർ എഴുതാൻ ജാബിർ പറയുന്നു അസ്സലാമു അലൈക്കും. അപ്പൊ വാലിദ് തിരിച്ചു വഅലൈക്കും അസ്സലാം അല്ലേ? വഅലൈക്കും അസ്സലാം എഴുതി. യാബത്തി അയിന ഹസീൻ, എനിക്ക് ദുഃഖമുണ്ട്. അപ്പൊ വാലിദ് മാതാ അസാബക്ക്, എന്താ നിനക്ക് പറ്റിയത്? എന്താ പറ്റിയത്? ഞാന് നസീഹത്തൽ മുദരിസ്, അധ്യാപകന്റെ ഉപദേശം കേട്ടു അല്ലേ? അപ്പൊ സമിഅതു, ഞാൻ അധ്യാപകന്റെ ഉപദേശം കേൾക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുന്തു സമിഅതു. മാതാ കാന, എന്തായിരുന്നു? അൻ നസീഹ, എന്തായിരുന്നു ഉപദേശം? എന്തായിരുന്നു ഉപദേശം? അൻ നസീഹ, ഈ വാക്ക് തന്നെയാട്ടോ അവിടെ എഴുതിയിട്ടുള്ളത്. ലാ തഹ്ദുറുൽ മദ്രസ ബിദൂനിൽ വാജിബാത്തിൽ മൻസില, ഹോംവർക്ക് ഇല്ലാതെ സ്കൂളിലേക്ക് വരണ്ട. പഹൽ അക്മൽ, തന്നിട്ട് നീ തീർത്തോ? തീർത്തോന്ന് ചോദിച്ചാൽ നഅം, അതേ തീർത്തു അല്ലേ? നഅം എന്ന് പറയാം. ജസാകം അല്ലാഹു ഖൈറൻ ശുക്രൻ അഫുവൻ എന്ന് കൊടുക്കാം അല്ലേ? അടുത്ത് നഖറൽ ജുമലൽ താലിയ വനുഇദ്ദിൽ അസ്ഇല ബിസ്തിഖ്ദാമിൽ അദവാത്തി മിനൽ മുറബ്ബ, താഴെയുള്ള സെന്റൻസ് വായിച്ചിട്ട് ഈ വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. മൻ, ആര്, മത്ത, എപ്പോൾ, അയിന, എവിടെ, കം, എപ്പോൾ അല്ലേ?
ഇവിടെ ഇസ്തൈക്കല ഫവാസ് മിന നൗമി മുബക്കിറൻ. നവാസ് അൽ ഫവാസ് രാവിലെ നേരത്തെ എണീറ്റു. അപ്പൊ അതിൽ ഉപയോഗിക്കാം മത്ത അല്ലെ, മത്ത വെക്കാം. മത്ത ഇസ്തൈക്കല ഫവാസ് എങ്ങനെ പറയാം? മത്ത എന്ന് ചേർത്തിട്ട് ബാക്കി ഇസ്തൈക്കല ഫവാസ് ഇതുവരെ. ഇതാണ് ചോദ്യമാക്കി എഴുതേണ്ടത്. മത്ത ഇസ്തൈക്കല ഫവാസ് മിനൻ നൗമും കൂടി വേണം ചേർക്കാൻ. അടുത്തത് ഇൻതദറ ഫവാസ് വാലിദഹു ഫി സ്വാല. ഫവാസ് വാപ്പയെ എവിടെ വെയിറ്റ് ചെയ്തു? സ്വാല, ഹാളിൽ വെയിറ്റ് ചെയ്തു. അപ്പൊ എവിടെ വെയിറ്റ് ചെയ്തു എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ചേർക്കാം ഐന ചേർക്കാം അല്ലെ. ഐന എന്ന് ചേർത്തിട്ട് ഐന ഇൻതദറ ഫവാസ് വാലിദഹു. ഇത്രയും എഴുതിയാൽ അടുത്ത ചോദ്യമായി. അതാണ് ഉത്തരം. ഇനി ഖറജൽ വാലിദു മിനൽ മത്താർ. വാപ്പ എയർപോർട്ടിൽ നിന്ന് പോയി. അപ്പൊ ആരാണ് പോയതെന്നാണ് അല്ലെ. മൻ ഖറജ മിനൽ മത്താർ എന്ന് പറയും. മൻ എന്ന് ചേർക്കാം. മൻ ഖറജ ഇത് ചേർക്കണം. മൻ ഖറജ മിനൽ മത്താർ ഇതും കൂടി ചേർക്കണം കേട്ടോ. അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് അതിലെ നുലാഹിൽ സൂറ വനുക്കുമിലിൽ ജുമല ബിസ്തിഖിദാമി ഹറഫുൽ ജർ. ഹറഫുൽ ജർ വെച്ച് പൂരിപ്പിക്കാൻ. ഇവിടെ യലഅബുൽ ഔലാദ് ഫിൽ മൈദാൻ. കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നു. അപ്പോ അൽ കലമു പേന എവിടെ ഇരിക്കുന്നത്? അല ത്വാബില അല്ലെ. അല. പിന്നെ ഇതാരാ കുട്ടി? മുമരിലത്തല്ല. മുമരിലത്ത് ആശുപത്രിയിലേക്ക്. ലേക്ക് എന്ന് പറയാൻ നമ്മൾ ഏതാ വയ്ക്കുക? ഇല്ല അല്ലെ. അല്ലെങ്കിൽ നക്തഷു മിനൽ മൻദൂം അൽ അബിയാത്തിലെത്തി തുനാസിബുൽ ജുമലത്താലിയ. താഴെയുള്ള സെന്റൻസുകൾക്ക് അനുയോജ്യമായ ബൈത്ത് കണ്ടുപിടിക്കാം അല്ലെ. ഇവിടെ ഏതാണ്? യസ് അ സ്വാദിഖു ഫി സൈഫി വശിതാവി ബിലാ കസൽ. എന്താണ്? സാദിക്കായ മനുഷ്യൻ വേനൽക്കാലത്തും മഴക്കാലത്തും മടിയില്ലാതെ അധ്വാനിക്കും. ഏതാണ്? ഏത് വരിയാണ്? ഫിസ്സൈഫി വഷിത യസ് ആ ബിലാ മലാൽ. അത് നമ്മൾ ഇവിടെ 1 കേട്ടോ, ഒന്നാമത്. ഇനി ഹയാത്തുന തഹ്ലു വ തുത്തിയു ബിസ്സുദക്. നമ്മുടെ ജീവിതം നന്നാകുന്നത് സത്യസന്ധത കൂടിയാണ് അല്ലെ. അപ്പൊ ഇതാണ് ബിഹിൽ ഹയാത്തു തഹ്ലു വ തസ്അദു ബിഹാൽ. 2 ഖൗലു സുദ്ഖി ഹസലത്തു മിനൽ ഹസായിസിൽ ജമീല. സൽസ്വഭാവം അല്ലെങ്കിൽ സത്യസന്ധത നല്ല സ്വഭാവമാണെന്നാണ്. ഏതാ പറയണേ? അസ്സിദ്ഖു ഫിൽ കലാം മിൻ അഹ്സാനിൽ ഹിസാൽ. ഇതാണ് 3. ലുക്കിബൻ നബി ബി സാദിഖ് ലബി. നബിയെ അമീൻ എന്ന് വിളിക്കപ്പെട്ടു. ഏതാണ്? അസാദിഖു യഹ്മി. ഇത് 4. ഇനി 5. അസ്സിദ്ഖു ഷിആറുൻ യതഖറു ബിഹിന്ന. സത്യസന്ധത ആളുകളൊക്കെ അടുക്കാൻ നല്ല പറ്റിയ മാർഗമാണ് അല്ലെ. ഇത് 5. അങ്ങനെ ഈ 5ഉം കൂടി ഇവിടെയാണ് മക്കൾ എഴുതേണ്ടത്. ഇനി 4ാമത്തെ പ്രവർത്തനം നുറത്തിബിൽ കലിമാത്തിലാക്കിയ കമാഫിൽ മിസാൽ. ഓർഡറിലാക്കി എഴുതാൻ. അൽ മഅറുദ് സിറായി ഇഹ്സാൻ വസലയില. അപ്പോൾ ഇതെങ്ങനെ എഴുതിയിരുന്നു? വസലയില. അപ്പൊ ഇവിടെ വസല 1, ഇഹ്സാൻ 2, ഇത് 3, ഇത് 4. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ്? അഷ്ഷത്തിലാത്തു ചെടികൾ. നഷ്തരി ഞാൻ വാങ്ങും. ബാദൽ ബുദൂർ ഇതാണ് വിത്തുകളും. അപ്പൊ ഇതിലെങ്ങനെ വരിക? നഷ്തരി ഞങ്ങൾ വാങ്ങും. ആദ്യം ഫെയിൽ വെക്കണം. നഷ്തരി ബാദൽ ബുദൂർ വഷ്ഷത്തിലാത്ത്. ഓക്കെ. അടുത്ത ഇഅ്ലാൻ പരസ്യം. ഷാത്തറ ഇഹ്സാൻ. ഇഹ്സാൻ ഷെയർ ചെയ്തു ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ ക്ലാസ് ഗ്രൂപ്പിൽ. അപ്പൊ എങ്ങനെ വരിക? ആദ്യം ഫെയിൽ അല്ലെ. ഷാത്തറ ഇഹ്സാൻ അൽ ഇഅ്ലാൻ ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ. ഈ ഓർഡറിലാണ് ഇതാണ്. അടുത്തതോ അൽ ഇഅ്ലാൻ പരസ്യം. അത്തുല്ല കുട്ടികൾ. ഖറ വായിച്ചു. അപ്പൊ വായിച്ചു. ഖറ അത്തുല്ല അൽ ഇഅ്ലാൻ. ഈ ഓർഡറിലാണ് ഇതാണ്. അഅദ്ദ ഇഹ്സാൻ. ഇഹ്സാൻ തയ്യാറാക്കി. ഫാഖിറ കിടിലൻ. മൗദുബ സദ്യ. കിടിലൻ സദ്യ തയ്യാറാക്കി അല്ലെ. അപ്പൊ അഅദ്ദ ഇഹ്സാൻ മൗദുബത്തൻ ഫാഖിറൻ. ഈ ഓർഡറിൽ. ഇനി അടുത്തതോ
കൽബു ഇഹ്സാൻ, ഇഹ്സാന്റെ മനസ്സ് നിറഞ്ഞു സന്തോഷം കൊണ്ട്. അപ്പൊ ഇവിടെ ഇംതല കൽബു ഇഹ്സാൻ ബിൽ ഫറഹി വസ്സറൂർ അങ്ങനെ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നഖ്റഉ തർജുമത്ത് ഹയാത്ത് അലിബിൻ അബി ത്വാലിബ്. അലിബിൻ അബി ത്വാലിബിന്റെ തർജുമത്തുൽ ഹയാത്ത് വായിച്ചിട്ട് താഴെയുള്ള ബയോഡാറ്റ പൂരിപ്പിക്കുക. കാന അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അമീറൻ മിസാലിയൻ. അലിബിൻ അബി ത്വാലിബ് മാതൃക അമീറായിരുന്നു. റാബിഉൽ ഖുലഫാഉ റാഷിദീൻ, നാലാം ഖലീഫയാണ്. വാഹദുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷം വർദ്ധിക്കപ്പെട്ട ഒരാളാണ്. വാലിദുഹു അബൂ താലിബ്, പാപ്പാടെ പേര് അബൂ താലിബ്. വാലിദത്തുഹു ഫാത്തിമ ബിൻത് അസദ്, എന്താണ് ഫാത്തിമയാണ് മകള്, അല്ല വാപ്പ അല്ല ഉമ്മ. ലുക്കിബ് ബി അബൂ തുറാബ്, അബൂ തുറാബ് എന്നാണ് വിളിക്കപ്പെട്ടത്. ഉലിദ ബി മക്കത്തിൽ മുക്കറം, മക്കയിൽ ജനിച്ചു. കബലിൽ ഹിജ്റ, ഹിജ്റയ്ക്ക് മുമ്പ്. വഹുവ ഇബ്നു അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ എളാപ്പയുടെ മകന് കൂടിയാണ്. വസവ്വജ ഇബ്നത്തു ഫാത്തിമ സഹറ, അത് അവർക്ക് എന്താണ് അലിക്ക് ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്തു, മകളിന്. ഉസ്തുഷീദ ബിൽ കൂഫ, കൂഫയിൽ ഷഹീദായി. ഫി ഷഹിർ റമദാൻ മാസത്ത്, ഹിജ്റ വർഷം 40. അപ്പൊ അൽ ഇസ്മുൽ കാമിൽ എന്ത് വരും? അൽ ഇസ്മുൽ കാമിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഒന്ന് അല്ലേ? ആ ഒന്നാണ് നമ്മൾ ഇവിടെ ഒന്ന് നല്ല എഴുതേണ്ടത്, നിങ്ങൾ എഴുതണം. ഇസ്മുൽ വാലിദ് 2, വാപ്പയുടെ പേര് എന്താണ്? അബൂ ത്വാലിബ് 2 അല്ലെ? ആ 2 നമുക്ക് ഇവിടെ കൊടുക്കാം. ഇസ്മുൽ വാലിദത്ത്, ഉമ്മയുടെ പേരെന്താണ്? ഫാത്തിമ ബിൻത് അസദ് 3 അല്ലെ? അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി മക്കാനിൽ മീ, ജനിച്ച സ്ഥലം. ഉരിദ ബി, എവിടെയുണ്ട്? മക്കത്തിൽ മുക്കറമ എന്നുണ്ട് 4. അപ്പൊ 4 നമുക്ക് ഇവിടെ കൊടുക്കാം. ലക്ക, വിളിപ്പേരെന്താണ് പറഞ്ഞല്ലോ? അബൂ തുറാബ് അല്ലെ? ലുക്കിബ ബി അബൂ തുറാബ് 4 അല്ല 5, 4 അല്ല മക്കളെ 5 കേട്ടോ, 5. ഇനി ആമുൽ ഇസ്തിഷ്ഹാദ് എന്താണ്? അദ്ദേഹത്തിന്റെ രക്തസാക്ഷിയായത് എപ്പോഴാണ്? ഹിജ്റ വർഷം 40. അപ്പോൾ ഹിജ്റ വർഷം 40 കൂടെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതേണ്ട കാര്യമില്ല. ഇനി നഖ്റഉൽ ബയാനത്ത് ഷഖ്സിയ്യ ലി വൈക്കം മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബയാനത്ത് ഷഖ്സിയ്യ വായിച്ചിട്ട് വനുഇദ് സിറദാത്തി, അദ്ദേഹത്തിന്റെ ബയോഡാറ്റ തയ്യാറാക്കുക. ഇസ്മുൽ കാമിൽ വൈക്കം മുഹമ്മദ് ബഷീർ, ബയോഡാറ്റ തന്നിട്ടുണ്ട്, പ്രൊഫൈലാക്കുക. അതൊരു പാരഗ്രാഫ് ആക്കി എഴുതാനാണ് കേട്ടോ. വാലിദിന്റെ പേര് കായ അബ്ദുറഹ്മാൻ, വാലിദത്തിന്റെ പേര് കുഞ്ഞാത്തുമ്മ അല്ലേ? ആമുൽ മീലാദ് 1907, മക്കാനിൽ തലയോലപ്പറമ്പ്. അദ്ദേഹം വിളിക്കപ്പെട്ടത് ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തിന്റെ രചനകളാണ് എന്ത്? ഷാത്തു ഫാത്തിമ, മരിച്ചത് 1994 അല്ലെ? അപ്പൊ ഇതിവിടെ കാന വൈക്കം മുഹമ്മദ് ബഷീർ അദീബ മഷ്ഹൂർ. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വലിയ പ്രസിദ്ധനായ സാഹിത്യകാരനാണ്. ബുലിദ എങ്ങനെ കൊടുക്കാം നമുക്ക്? ബുലിദ, ഈ ബുലിദ എനിക്ക് ശേഷം ഇവിടെ ബി തലയോലപ്പറമ്പ്, ബി തലയോലപ്പറമ്പ് എന്ന് കൊടുക്കാം കേട്ടോ. ബുലിദ ബി തലയോലപ്പറമ്പ് സനത്ത, എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ്? സനത്ത, ഇതിനു മുമ്പ് എന്ത് ചെയ്യണം? സനത്ത, സനത്ത എന്ന് വെച്ച് ഈ ഡേറ്റും കൂടി കൊടുക്കാം. അപ്പൊ ഇത് ബുലിദയ്ക്ക് ശേഷം 1, പിന്നെ 2. ആ 1 ഏതാണ്? ഇത്. പിന്നെ ഇത്രയാണ് എഴുതേണ്ടത്, 2 കേട്ടോ. അപ്പൊ ഉലിദ ബി തലയോലപ്പറമ്പ് സനത്ത ആരാണ്? സനത്ത 1908 എന്നിട്ടോ പിന്നെ എന്താ ബാക്കി ചേർക്കാം? വാലിദുഹു. അതിനുശേഷം നമുക്ക് എന്തെടുക്കാം? വാലിദുഹു എന്ന് ചേർത്തിട്ട് വാപ്പയുടെ പേര് എഴുതാം. പിന്നെ വാലിദത്തുഹു എന്ന് എഴുതിയിട്ട് ഉമ്മയുടെ പേര് ചേർക്കാം കേട്ടോ. പിന്നെ ലഖബുഹു എന്ന് പറഞ്ഞിട്ട് ലഖബുഹു എന്ന് പേരെടുത്ത് അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഈ ബേപ്പൂർ സുൽത്താൻ എന്നുള്ള കൂടി എഴുതാം. എന്നിട്ടോ അതിനുശേഷം ഇവിടെ അല്ലഫ, അദ്ദേഹം രചിച്ചു, എന്നിട്ട് ഈ 2 ബുക്കിന്റെ പേര് എഴുതാം കേട്ടോ. അതിനുശേഷം തൂഫിയ എന്ന് പറഞ്ഞിട്ട് ഫി എഴുതിയിട്ട് ഈ ഡേറ്റ് എത്ര? 1994 എന്നും കൂടി എഴുതി. അത്രയും കൂടി എഴുതിയാ നമ്മുടെ എന്ത് പൂർത്തിയായി? പ്രൊഫൈല് പൂർത്തിയായി.
അടുത്തത് നഖറഉൽ ലഗ്സ അനിൽ ബാമിയ വനുഇദ്ദുൽ അഇസൻ അൻ ജസർ. ഇവിടെ ബാമിയെ കുറിച്ചിട്ടുള്ള കടങ്കഥ വായിച്ചിട്ട് ഇനി നമുക്ക് ജസർ. ജസർ എന്താ? ജസർ ക്യാരറ്റിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാക്കാനാണ് പറയുന്നത്. ലൗനി അഖ്ലർ, എന്റെ നിറം പച്ചയാണ്. ജിസ്മി തൊവീൽ വനഹീൽ, എന്റെ ശരീരം നീട്ടുകൊണ്ട് മെലിഞ്ഞതാണ്. അന ഗനിയത്തും ബിൽ വിറ്റാമിനാത്ത്, എനിക്ക് വിറ്റാമിൻ ഉണ്ട്. യസ്തഖ്ദിമുൻ നാസ് ദായിമ ഫിൽ ഇദാം, എന്നെ ആളുകൾ കറിയിൽ യൂസ് ചെയ്യും. അന മിനൽ ഖദറവാത്ത്, ഞാൻ ഖദറവാത്തിൽ പച്ചക്കറിയിൽ പെട്ടതാണ്. അപ്പൊ എങ്ങനെ പറയാം? അടുത്തത് ഇവിടെ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ ലൗനി എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇവിടെയും ലൗനി, എന്റെ നിറം ബുർത്തുക്കാലി, ഓറഞ്ച് നിറമാണ് അല്ലേ. പിന്നെ അടുത്തോ ജിസ്മി, ജിസ്മി തൊവീലുൻ, എന്റെ ശരീരവും നീട്ടമുള്ളതാണ്. വനഹീലുൻ അന ഗനിയുൻ ബിൽ ഫീതാമിനാത്ത്, ഇതേ സാധനം തന്നെ ഇവിടെ എഴുതാം. പിന്നെയോ യസ്തഖ്ദിമുനി അന്നാസ് ഫിൽ ഇദാം, അതെവിടെ എഴുതാം? ഇവിടെ എഴുതാം കേട്ടോ. അന മിനൽ ഖളറവാത്ത്, അന മിനൽ ഖളറവാത്ത് എന്ന് ഇവിടെയും എഴുതാം. ഓക്കെ, ഇത്ര എഴുതിയ നമ്മുടെ എന്ത് പൂർത്തിയായി? ചോദ്യങ്ങളുടെ ഉത്തരം പൂർത്തിയായി. അപ്പം ഇത്രയാണ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.